ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇപ്രാവശ്യത്തെ ഓണപരീക്ഷയുടെ നിങ്ങളുടെ പുതിയ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ ഏതാണ്? ഓപ്ഷൻ എ ചരിത്ര പുസ്തകങ്ങൾ, ബി പുരാവസ്തുക്കൾ, സി മനുഷ്യ ഫോസിലുകൾ, ഡി സ്മാരകങ്ങൾ. അപ്പൊ ഇതിൽ ഏതാണ് കൂട്ടുകാരെ? അതെ, മനുഷ്യ ഫോസിലുകളാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി മനുഷ്യ ഫോസിലുകൾ. കേതൻ മനുഷ്യ പരിണാമത്തെക്കുറിച്ച് ചാൾസ് ഡാർവിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ്? ചാൾസ് ഡാർവിനാണല്ലേ. അതായത് ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. അങ്ങനെ 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 2 നോക്കാം. ഓർ ക്വസ്റ്റ്യൻ ആണല്ലേ. ഓക്കെ, നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഏത് വിഭാഗത്തിൽ പെടുന്നവയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഏതാണ്? അതെ, ഹോമോ സാപ്പിയൻസ് ആണ് അല്ലേ. ഹോമോ സാപ്പിയൻസ് ആണ്. ഓക്കെ, അതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഹോമോ സാപ്പിയൻസ്. മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. മനുഷ്യ പരിണാമത്തിന്റെ ഘട്ടങ്ങൾ, സവിശേഷതകൾ സസ്തനികളിൽ ഒരു വിഭാഗം എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? പ്രൈമേറ്റുകളാണ് അല്ലേ. നെക്സ്റ്റ് ഘട്ടം നൽകിയിട്ടുണ്ട്. ഹൊമിനോയിഡുകൾ നൽകിയിട്ടുണ്ട്. സവിശേഷത എന്താണ്? 4 കാലിൽ നടത്തം. ഹൊമിനിഡുകൾ നൽകിയിട്ടുണ്ട്. 2 കാലിൽ നടത്തം അല്ലേ. സവിശേഷത ഉപകരണ നിർമ്മാതാക്കൾ ആരാണ്? അതായത് ഹോമോ ഫാബുലസ് ആണ്. ഹോമോ ഹാബിലസ് ആണ്. ഓക്കെ, ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത്, ഹോമോ ഇറക്ടസ് സവിശേഷതകൾ എന്താണ്? നിവർന്നു നിൽക്കുന്ന മനുഷ്യരാണ് അല്ലേ. ബുദ്ധിയുള്ള മനുഷ്യൻ ഹോമോ സാപ്പിയൻസ്. അപ്പം എന്ത് ചെയ്യുക? നിങ്ങൾ ഇതുപോലെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം, വെങ്കലം. ഇതിലേതാണ്? അത് ചെമ്പാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ചെമ്പ്. വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിച്ചു വന്ന നദീതടങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. മെസ്സപ്പൊട്ടോമിയ നദികൾ ഏതാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസും അല്ലേ. ഈജിപ്ഷ്യനോ കൂട്ടുകാരെ? അതെ, നൈലാണല്ലേ. ആൻസർ എന്താണ്? നൈൽ. ഹരപ്പൻ നദികൾ ഏതാണ്? സിന്ധു ആണല്ലേ. ചൈനീസോ? ഹൊയാംഹോ. ചൈനീസ് ഹൊയാംഹോ എന്ന് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈജിപ്ഷ്യൻ, നൈല്, ഹാരപ്പൻ, സിന്ധു. വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ റീസൺ, അതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? അതായത് നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ് അടിഞ്ഞുകൂടിയതാണ് വിശാലമായ നദീതടങ്ങൾ രൂപം കൊണ്ടത്. സമതല പ്രദേശങ്ങളായ ഈ നദീതടങ്ങൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. കൃഷിക്ക് ആവശ്യമായ വളക്കൂറുള്ള മണ്ണ്, ജലം, അനുകൂലമായ കാലാവസ്ഥ എന്നീ ഘടകങ്ങൾ നദീതടങ്ങളിലുണ്ട്. ഈ സമതലങ്ങളിൽ കൃഷി ആരംഭിക്കുകയും കൃഷി സംരക്ഷിക്കുവാൻ വേണ്ടി നദീതടങ്ങളിൽ തന്നെ സമൂഹമായി ജനങ്ങൾ താമസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നദീതടങ്ങളിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടതല്ലേ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രവർത്തനം 4. പോളിസ് എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നഗരരാഷ്ട്രങ്ങൾ, ഓപ്ഷൻ ബി സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഓപ്ഷൻ സി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ നഗരരാഷ്ട്രങ്ങളാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ എ നഗരരാഷ്ട്രങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല. കാരണം എന്തെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരുന്നു ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടാവാഞ്ഞത്? അതിന്റെ കാരണം എന്താണ്? അതായത് എന്താണ്? കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നല്ലേ. അതിനാൽ ഓരോ നഗരരാഷ്ട്രവും എങ്ങനെയായിരുന്നു? ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഇക്കാരണത്താൽ പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏതൻസും സ്പാർട്ടയും. ഈ നഗരരാഷ്ട്രങ്ങൾ ഭരണരീതിയിൽ എങ്ങനെയെല്ലാം വ്യത്യസ്തമായിരുന്നു എന്നാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഏതൻസിലെ ഭരണരീതി എങ്ങനെയായിരുന്നു? ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏതൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. കലാ, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യമുള്ള വിദ്യാഭ്യാസം ആൺകുട്ടികൾക്ക് 2 വർഷത്തിൽ നിർബന്ധിത സൈനിക സേവനവും അല്ലേ. സ്പാർട്ടയിലെ ഭരണരീതി നോക്കാം നമുക്ക്.
പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. പ്രവർത്തനം 5 നോക്കാം. മഹാജനപദ കാലം ഇന്ത്യയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രാചീന കാലം, 1 നഗരവൽക്കരണം, 2 നഗരവൽക്കരണം, വേദകാലഘട്ടം. അപ്പൊ മഹാജനപദകളുടെ കാലം ഇന്ത്യയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഓപ്ഷൻ സി 2 നഗരവൽക്കരണം എന്നാണ് അല്ലേ. ഓക്കെ, ഇന്ത്യയിലെ ജനപദങ്ങളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ചരിത്ര വഴികൾ കാലഗണനയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്തുക. ഏതായിരിക്കും ഇതിൽ ആദ്യം വരിക കൂട്ടുകാരെ? അത് ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവുമാണ് അല്ലെ. ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും. നെക്സ്റ്റ് ഏതായിരിക്കും? കൃഷിയുടെ വ്യാപനം അല്ലേ. കൃഷിയുടെ വ്യാപനം. മൂന്നാമത് ഉൽപാദന വർധനവ്. 4 മിച്ചോൽപാദനം അല്ലേ. 5 കച്ചവട കേന്ദ്രങ്ങളുടെ വികാസം. 6 നഗരങ്ങൾ അല്ലേ. 6 നഗരങ്ങൾ. ലാസ്റ്റ് ജനപദങ്ങൾ അല്ലേ. ഏഴാമത് എഴുതേണ്ടത് ജനപദങ്ങൾ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? കാലഗണന അനുസരിച്ച് നിങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. ഓക്കെ, ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 ജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയ ജനപദം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? അതെ, മഗധയാണല്ലേ. ഏതാണ് ആൻസർ? എന്താണ്? മഗധ. ഓക്കെ, പ്രവർത്തനം 6. താഴെ പറയുന്ന പ്രസ്താവനകളിൽ രാഷ്ട്ര രൂപീകരണവുമായി യോജിക്കാത്തത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കാം. രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ 1,00,000 നിജപ്പെടുത്തിയിരിക്കുന്നു. ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽക്കാനാവില്ല. ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വ്യത്യസ്ത മത വർഗ വിഭാഗങ്ങൾ ഉൾപ്പെടാം. ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. അപ്പൊ ഈ പറയുന്ന പ്രസ്താവനകളിൽ രാഷ്ട്ര രൂപീകരണവുമായി യോജിക്കാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? അതായത് എ ആണല്ലേ. രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ 1,00,000 നിജപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്രം എന്നാൽ എന്ത്? രാഷ്ട്രം എന്നാൽ എന്താണ്? ഡെഫിനേഷൻ എന്താ കൂട്ടുകാരെ? അതായത് ജനങ്ങൾ രൂപീകരിച്ച് ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുകയും പരമാധികാരമുള്ള ഗവൺമെന്റിനോട് കൂടിയതുമായ ഒരു ജനതയാണ് എന്ത്? രാഷ്ട്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്ര രൂപീകരണത്തിൽ ഭൂപ്രദേശത്തിന്റെ പങ്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ് പങ്ക്? അതായത് സ്ഥിരവും കൃത്യവുമായ അതിരുകളോട് കൂടിയ ഭൂപ്രദേശങ്ങൾ രാഷ്ട്ര രൂപീകരണത്തിന് എന്താണ്? അനിവാര്യമാണല്ലേ. എന്നാൽ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. രാഷ്ട്ര രൂപീകരണത്തിൽ ഭൂപ്രദേശത്തിന്റെ വലിപ്പം ഒരു ഘടകമല്ല. ഒരു രാഷ്ട്രത്തിന്റെ കര, ജല, വായു, തീരപ്രദേശ മേഖലകൾ എന്നിവ അതിന്റെ പരിധിയിൽപ്പെടുന്നു. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കൂ. പ്രവർത്തനം 7. താഴെ പറയുന്നവയിൽ രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധമുള്ള സർക്കാർ നടപടി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്രോളിംഗ് നിരോധനം, മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അനുവദിച്ചു, വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പൊതുവിപണിയിൽ ഇടപെട്ട് സർക്കാർ, സ്കൂൾ ഉച്ചഭക്ഷണ മെനു സർക്കാർ പുതുക്കി നിശ്ചയിച്ചു, യുദ്ധഭീതി, വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. അപ്പോൾ ഈ തന്നിട്ടുള്ളത് രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധമുള്ള സർക്കാർ നടപടികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഡി ഉണ്ടല്ലേ. അതായത് യുദ്ധഭീതി, വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന് സർക്കാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്രത്തിന്റെ പരമാധികാരം എന്നാൽ എന്ത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. രാഷ്ട്രത്തിന്റെ പരമാധികാരം എന്നാൽ എന്താണ്? അതായത് ഇവിടെ എന്താണ്? യാതൊരുവിധ ബാഹ്യ ഇടപെടലുകൾക്കും സമ്മർദ്ദങ്ങൾക്കോ വിധേയരാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരമാണ് എന്തെന്ന് പറയുന്നത്? അതെ, പരമാധികാരം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പരമാധികാരത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് പരമാധികാരത്തിന്റെ സവിശേഷതകൾ? പരമാധികാരം എന്താണ്? രാഷ്ട്രത്തിന് മാത്രമുള്ള അധികാരമാണ് അല്ലേ. നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിന്റെ ഭാഗമായാണ്. രാഷ്ട്രം അതിന്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഗവൺമെന്റിലൂടെയാണ്. പരമാധികാരമില്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് എന്താണ്? നിലനിൽപ്പ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 8 നോക്കാം. ഭൂമിയുടെ സവിശേഷമായ ആകൃതിക്ക് പറയുന്ന പേരെന്താണ്?
പറയുന്ന പേരെന്താണ്? അത് ജിയോയിഡ് ആണ്. ആൻസർ എന്താണ്? ജിയോയിഡ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അക്ഷാംശ രേഖാംശ രേഖകളുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എന്തെല്ലാമാണ് അക്ഷാംശ രേഖാംശ രേഖകളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ സംബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്തെന്ന് പറയുന്നത്? അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലുപ്പമുള്ളത്. ഇതാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് എന്നീ ധ്രുവങ്ങളിൽ എത്തുമ്പോൾ അക്ഷാംശ രേഖകൾ ഓരോ ബിന്ദുക്കളിൽ അവസാനിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങൾ എന്നും തെക്കുള്ള അക്ഷാംശങ്ങൾ ദക്ഷിണ അക്ഷാംശങ്ങൾ എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്ത് ചെയ്യാം കൂട്ടുകാർക്ക്? അക്ഷാംശ രേഖകളുടെ പ്രത്യേകതകൾ ഇതുപോലെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇതിന് മൂന്നാമത്തെ ചോദ്യം, അക്ഷാംശ രേഖാംശ രേഖകളെയും രേഖാംശ രേഖകളെയും സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, എല്ലാ രേഖാംശ രേഖകളും ഒരേ വലിപ്പത്തിലുള്ളവയല്ല. ദെൻ ധ്രുവങ്ങളിൽ എത്തുമ്പോൾ അക്ഷാംശ രേഖകൾ ഒരു ബിന്ദുവിൽ അവസാനിക്കുന്നു. എല്ലാ അക്ഷാംശ വൃത്തങ്ങളും ഒരേ വലിപ്പത്തിലുള്ളവയാണ്. 180 ഡിഗ്രി രേഖാംശ രേഖ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നു. അപ്പൊ തന്നിട്ടുള്ളതിൽ എന്താ നമ്മളോട് ശരിയായ വില എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ള? അപ്പൊ ഏതൊക്കെയാണ്? ധ്രുവങ്ങളിൽ എത്തുമ്പോൾ അക്ഷാംശ രേഖകൾ ഒരു ബിന്ദുവിൽ അവസാനിക്കുന്നു. നെക്സ്റ്റ് ശരിയായിട്ടുള്ളത് ഏതാണ്? 180 ഡിഗ്രി രേഖാംശ രേഖ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇവ രണ്ടുമാണല്ലേ ശരിയായിട്ടുള്ളത്. 180 ഡിഗ്രി രേഖാംശ രേഖ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇവ രണ്ടുതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.